ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെയുള്ള സമരം 5-ാം ദിവസവും തുടരുന്നു. കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ടെസ്റ്റ് മുടങ്ങി. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലും സബ് ആർടിഒ ഓഫീസിന് മുന്നിലും പ്രതിഷേധം നടന്നു. സംസ്ഥാനത്തെ തുടർച്ചയായ 5-ാം ദിവസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത്. മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ പ്രതിഷേധത്തെ തുടർന്ന് കോഴിക്കോട് മിക്ക കേന്ദ്രങ്ങളിലും ടെസ്റ്റ് മുടങ്ങി. കൊടുവള്ളി സബ് ആർടിഒ ഓഫീസിന് കീഴിലെ മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം നടന്നു. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ചേവായൂർ, ഫറൂഖ് തുടങ്ങിയ സ്ഥലങ്ങളിലും പൂർണ്ണമായി ടെസ്റ്റ് നടത്താനായില്ല. ലേണേഴ്സ് ടെസ്റ്റ് മാത്രമാണ് നടന്നത്. പ്രതിസന്ധി ഒരാഴ്ച പിന്നിട്ടിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. കാസർകോട് കാഞ്ഞങ്ങാട് റോഡിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധം നടന്നത്. സംയുക്ത സമരസമിതി നേതാവ് റോഡിൽ പായ വിരിച്ചു കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഗതാഗതം സ്തംഭിച്ച സാഹചര്യത്തിൽ പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തലശ്ശേരി സബ് ആർടിഒ ഓഫീസിന് മുന്നിലും പ്രതിഷേധം നടന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുക എന്നെഴുതിയ ബാനർ ഉയർത്തി മാർച്ചായെത്തിയാണ് പ്രതിഷേധിച്ചത്. ഗതാഗത മന്ത്രിയുടെ തുഗ്ലക് പരിഷ്കാരം അവസാനിപ്പിക്കുക, സർക്കാരിന്റെ കരിനിയമം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടുകൂടിയ പ്ലക്കാർഡുകളും പ്രതിഷേധക്കാർ ഉയർത്തി. അനിശ്ചിതകാല സമരം തുടരുമെന്നാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.